പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടയ്ക്കാം, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ തുറക്കാം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല കർത്താവേ ദൈവമേ, ഈ പകൽ വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആരാധിച്ച് കടന്നുപോയി. തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവകൃപയിൽ ദൈവം ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചല്ലോ. ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിഞ്ഞു ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി ദൈവം ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രപ്പ. കർത്താവേ, ഇന്ന് പകൽ കടന്നു വന്ന തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ദൈവമേ, വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൂട്ടിവരുത്തണം. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനം, പ്രസംഗം, സാക്ഷിയെല്ലാം ദൈവനാമ മഹത്വകരമായി തീരുവാൻ കൃപ ചെയ്യണമേ. തുടർന്ന് തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീക, ഭൗതിക, ദൈവിക നന്മകൾ, അനുഗ്രഹങ്ങൾ ഇന്ന് പകൽ സ്വർഗം പകരണമേ. സ്വർഗം ഞങ്ങളോട് സംസാരിക്കണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് പൊതിയും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും സ്വർഗത്തിലെ അപ്പച്ചന് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. നമുക്ക് അറിയാവുന്ന പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ചേർന്ന് ഇന്നു പകൽക്കാലം ആ കർത്താവിനെ ഇന്നു പകൽ ആരാധിച്ചാലേ. ഓ 24 മൂപ്പന്മാർ 4 ജീവികൾ തങ്ങളുടെ പൊൻകിരീടങ്ങളെ നിലത്തിട്ടുകൊണ്ട് ആ സർവശക്തനായ കർത്താവിനെ ആത്മനിറവോടെ ഹല്ലേലൂയ ഓ ആരാധിച്ചതുപോലെ ഇന്ന് പകൽക്കാല ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവപാദപീഠത്തിലായിരിക്കുന്ന എൻ്റെ മക്കളുടെ മേൽ ആ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. കൃപകൾ ഇന്ന് പകൽക്കാലം ജ്വലിക്കട്ടെ. അഭിഷേകം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. ആരാധന ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. രോഗികൾ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. ശാപങ്ങൾ ഇന്ന് പകൽക്കാലം മാറട്ടെ. വൈശാചിക മണ്ഡലങ്ങൾ അഴിയട്ടെ. ദേശത്തെ ഭരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ അധികാരം പറയുന്ന തലമുറകളുടെ മേൽ അവകാശം പറയുന്ന ഓ എല്ലാ ദുരാത്മാവിന്റെ വാദങ്ങൾ വെല്ലുവിളികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ 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 ആമേൻ. ഓ യേശുവിന്റെ രക്തം താങ്കളുടെ രക്തം ജയം വചനം ജയം യേശുവിന്റെ രക്തം. ഇന്ന് പകൽക്കാലം നമ്മുടെ വിടുതലുകളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവിക സൗഖ്യം ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവിക നന്മകൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ പകൽക്കാല ആത്മനിറവോടെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കേണ്ടതിനാൽ എല്ലാ ആദരങ്ങളെ തുറന്നിന്ന പകൽക്കാല കർത്താവിനെ ആത്മനിറവോടെ 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 ആദരങ്ങളെ ചലിപ്പിച്ച ആത്മനിറവോടെ ഇന്ന് പകൽക്കാലം വായികൾ തുറന്നെന്ന പകൽ ആ കർത്താവിനെ സ്തുതിച്ചാൽ ഇതിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് വചനമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില കെട്ടുകൾ പൊട്ടി മാറുന്നു. ശാരീരിക മേഖലകളുടെ മേൽ അധികാരം പറഞ്ഞ് മാനസിക മേഖലകളുടെ മേൽ അധികാരം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, ദൈവനാമത്തിന് വേണ്ടി നിൽപ്പാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അനുവദിക്കാതെ വണ്ണം ശരീരത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില മാനസിക വേദനകൾ ഓ മനസ്സിനെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന വേദനകൾ ഇന്ന് പകൽ ശരീരത്തെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന വേദനകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയുകയാണ്. ഓ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ ഇന്ന് പകൽക്കാലം വരെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് ഓ ശരീരത്തെ വല്ലാതെ 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 ആമെ കെട്ടി ഒതുക്കിയിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുകയാ. ഓ ഒന്നിനോടൊരു താല്പര്യമില്ലാതെ എപ്പോഴും ക്ഷീണമിട്ട് ശരീരത്തെ തളർച്ചയിലേക്ക് മനസ്സിനെ തളർച്ചയിലേക്ക് ആമെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഭവനത്തിന്റെ അകത്ത് ഒതുക്കിക്കൂടി ആമെ ഒരു സന്തോഷമില്ലാതെ വണ്ണം സമാധാനമില്ലാതെ വണ്ണം മാനസികമായി തളർത്തി ശാരീരികമായി ഒതുക്കി വല്ലാത്ത പ്രതികൂലങ്ങൾ സൃഷ്ടിച്ച് ആമെ ഒതുക്കുന്ന ചില ഓമെ പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങൾ ഇന്നോ പകൽ അഴിയുകയാണ്. കുടുംബത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഓ ഇന്നോ പകൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയോ ഇന്നോ പകൽ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഓ വെളിപ്പെടുകയോ. ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നോ പകൽ വിടുതൽ സംഭവിക്കുകയാണ്. വിടുതൽ സംഭവിക്കുകയാണ്. ഓ സാമ്പത്തിക മേഖലകളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊട്ടിമാറുകയാണ്. ഒരു തരത്തിലൊരു നന്മ അനുഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഓ പോരാടി നിൽക്കുന്ന പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് പകൽ പൊട്ടി മാറുകയാണ്. ഇന്ന് പകൽ കാലം ദൈവ പ്രവൃത്തി വെളിപ്പെടുകയോ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയോ ഇതിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുകയോ ഇന്ന് പകൽ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയോ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അഭിഷേകം വെളിപ്പെടുകയോ ഇന്ന് പകൽ കാലം പുത്തൻ കൃപകൾ ഇന്ന് പകൽ തലമുറകളുടെ മേൽ വെളിപ്പെടുകയോ പുതിയ അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെടുകയോ എല്ലാ സാത്താന്യ മണ്ഡലങ്ങൾ ഇന്ന് പകൽ കാലം സാത്താന്യ മണ്ഡലങ്ങൾ തകരുകയാണ്. ഓ വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യോ ഇന്ന് പകൽ വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യോ കുടുംബങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യോ തലമുറകളുടെ മേൽ ദൈവ സാന്നിധ്യോ ഇന്ന് പകൽ കാലം വെളിപ്പെടുകയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ
ഉപേക്ഷിക്കാൻ നോക്കുന്ന തലമുറകളുടെ മേൽ പാപത്തിന്റെ ചിന്തകൾ കൊണ്ടിട്ട് തലമുറകളെ, ജഡത്തിന്റെ സ്വഭാവങ്ങൾ കൊണ്ടിട്ട് തലമുറകളെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി തളർത്തി പഠിക്കാൻ അനുവദിക്കാതെ വണ്ണം, പഠനത്തിൽ ശ്രദ്ധ തിരിക്കാൻ അനുവദിക്കാതെ വണ്ണം ബുദ്ധിമണ്ഡലങ്ങളെ കേൾക്കാൻ നോക്കുന്ന ശാരീരിക മേഖലകളെ, മാനസിക മേഖലകളെ, ആത്മീക മേഖലകളെ തളർത്തി തകർത്തു ഒതുക്കി കേൾക്കാൻ നോക്കുന്ന പ്രതികൂലത്തിന്റെ ശക്തികളെ ആ പൈശാചിക മണ്ഡലത്തെ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഇന്ന് പകൽക്കാലം തലമുറകളുടെ മേലൊന്ന് ശാസിക്കുകയോ, ഇന്ന് പകൽ ശാസിക്കുകയോ, പഠനത്തിൽ ശ്രദ്ധിക്കാൻ അനുവദിക്കാതെ, പഠിക്കാൻ അനുവദിക്കാതെ, ആത്മീകമായി ഒരടി മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ ആത്മീക മണ്ഡലത്തെ തകർത്തുകൊണ്ട് പോരടിക്കുന്ന പ്രതികൂലത്തിന്റെ മണ്ഡലം ഇന്ന് പകൽ ആത്മനിറവോടെ പ്രാർത്ഥിച്ചാണ്ട് ഇന്ന് പകൽക്കാലത്ത് ദൈവിക വിടുതൽ തലമുറകളുടെ മേൽ പകരപ്പെടുകയാ, തലമുറകളുടെ മേൽ പകരപ്പെടുകയാ. പഠിക്കാൻ അനുവദിക്കാതെ തലവേദനകൾ കൊണ്ടിട്ട്, തലപ്പെരുപ്പുകൾ കൊണ്ടിട്ട്, തലക്കറക്കങ്ങൾ കൊണ്ടിട്ട്, ഉറക്കം കൊണ്ടിട്ട്, അസ്വസ്ഥതകൾ കൊണ്ടിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ അനുവദിക്കാതെ, പഠിക്കാൻ അനുവദിക്കാതെ വണ്ണം പോരടിക്കുന്ന ആ ഈവിൾ സ്പിരിറ്റിന്റെ ആത്മാവിനെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് ശാസിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് പെട്ടെന്ന് ദേഷ്യമുണ്ടാകിത്തക്ക തരത്തില് സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിസ്സാരമായ വിഷയങ്ങൾ കൊണ്ടിട്ട്, പെട്ടെന്ന് ദേഷ്യ സ്വഭാവം കൊണ്ടിട്ട് കുടുംബത്തിന്റെ സ്വസ്ഥതയെ, സമാധാന മണ്ഡലത്തെ തകർക്കുന്ന ആ പ്രതികൂലത്തിന്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കുടുംബങ്ങളിൽ നിന്ന് ശാസിക്കുകയാണ്. സാമ്പത്തികമായി ഒരടി മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ, സാമ്പത്തിക മേഖലകളെ തകർത്ത്, സാമ്പത്തിക മണ്ഡലങ്ങളെ തകർത്ത്, മണ്ഡലങ്ങളെ തകർത്തു പോരാടുന്ന ആ സാമ്പത്തിക പ്രതികൂല ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇന്ന് പകൽക്കാല കുടുംബ ജീവിതങ്ങളിൽ സമാധാനം അനുഭവിക്കാൻ അനുവദിക്കാതെ, കുടുംബ ജീവിതങ്ങളിൽ സ്വസ്ഥത അനുഭവിക്കാൻ അനുവദിക്കാതെ, കുടുംബത്തിന്റെ അകത്ത് അസ്വസ്ഥതകൾ കൊണ്ടിട്ട് പോരടിക്കുന്ന പ്രതികൂലത്തിന്റെ ആത്മാവിനെ ഇന്ന് പകൽ ശാസിക്കുകയോ. ഈ ദേശത്ത് ചില കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. ഈ ദേശത്ത് ചില കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. ഈ ദേശത്ത് കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. അപ്പനും മക്കളും തമ്മിൽ മിണ്ടാതെ ആഴ്ചകളായി, മാസങ്ങളായി വീട്ടിൻ്റെ അകത്ത് സമാധാനം തകർക്കപ്പെട്ട്, വീട്ടിൽ സന്തോഷമില്ലാതെ, അപ്പനും മക്കളും തമ്മിൽ സ്നേഹിക്കാതെ, സന്തോഷമായി കഴിയാൻ കഴിയാതെ, സംസാരിക്കാതെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വീട്ടിന്റെ സ്വസ്ഥത തകർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രതികൂലത്തിന്റെ ആത്മാവിനെ ഈ ദേശത്തിലെ ചില കുടുംബങ്ങളിൽ നിന്ന്, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് സ്തോത്ര വീട്ടിന്റെ അകത്ത് ഒരുമിച്ച് പാർക്കുന്നെങ്കിലും ഒരുമിച്ച് സംസാരിക്കാതെ, ഒരുമിച്ച് സ്നേഹം പങ്കിടാതെ, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാതെ, ഒരുമിച്ച് ഒരു ഭവനത്തിൽ പാർക്കുന്നെങ്കിലും ഒരുമിച്ച് പരസ്പരം ഒരു ബന്ധമില്ലാതെ വണ്ണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് കുടുംബത്തിന്റെ അകത്തുള്ള ഐക്യത കേടുകള്, ആ പ്രതികൂലത്തെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അകത്ത് നിന്ന് ആ പൈശാചിക അനുഭവത്തെ, ആ അസ്വസ്ഥത കേടിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
പുറത്താക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ സമാധാനം മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സന്തോഷം മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സ്നേഹം മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സന്തോഷം മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സമാധാനം മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നോ പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശം സ്വസ്ഥമായി, ഈ ദേശം സമാധാനമായി, ഈ ദേശം സന്തോഷമായി കഴിഞ്ഞുകൂടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശത്ത് ആമേ അസ്വസ്ഥത വരുത്താൻ നോക്കുന്ന, ദേശത്ത് രക്തച്ചൊരിച്ചിലുകൾ വരുത്താൻ നോക്കുന്ന ആ ഈവിൾ സ്പിരിറ്റിന്റെ അനുഭവത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശത്ത് നിന്ന് ശാസിക്കുകയാണ്. ദേശത്ത് രക്തച്ചൊരിച്ചിലുകൾ വരുത്താൻ നോക്കുന്ന, ആമേൻ, ദേശത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ നോക്കുന്ന ആ ഈവിൾ സ്പിരിറ്റിന്റെ ആത്മാവിനെ ഇന്നോ പകൽക്കാലോ അങ്ങയുടെ ദാസൻ എന്ന നിലയില് ശാസിച്ചകറ്റുകയോ. ദൈവ സാന്നിധ്യം ഈ ദേശത്ത് വെളിപ്പെടട്ടെ. സമാധാനം ഇന്ന് രാത്രി പകൽക്കാലം ദേശത്ത് വെളിപ്പെടട്ടെ. സമാധാനത്തിന്റെ ദൈവം ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് ഇറങ്ങട്ടെ. സമാധാന പ്രഭു ഈ ദേശത്ത് ഇറങ്ങട്ടെ. സമാധാനത്തിന്റെ ദൈവം ഈ ദേശത്ത് ഇറങ്ങട്ടെ. നമുക്കൊരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ദേശത്തെ ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടുകയാ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന്, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരുളി ചെയ്ത നസ്രേത്തുകാരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദേശത്ത് അസമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ ദേശത്ത് സമാധാനം പ്രഖ്യാപിക്കുകയാ. ഇന്ന് പകൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഒരുമിച്ച് ഏൽപ്പിക്കാമോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ തുറന്ന്, വളരെ വിദൂരതകളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. വളരെ ദൂരം യാത്ര ചെയ്ത് ഈ ആരാധനയിൽ വന്നവരുണ്ട്. ഒരു സമാധാനം കിട്ടാനല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സമാധാനം അനുഭവിച്ചത് കൊണ്ടാണ്. അല്പ സമാധാനത്തിന് വേണ്ടിയല്ല, കഴിഞ്ഞ നാളുകളിൽ സമാധാനത്തിൻ്റെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്. സമാധാനം ദൈവം അവർക്ക് കൊടുത്തത് കൊണ്ടാണ്. സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. വളരെ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് ഈ പ്രാർത്ഥനയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വളരെ ദൂരയിൽ നിന്ന് ദൈവത്തിന് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ സമീപത്ത് എത്രയധികം. ഇന്നു പകൽ ദൈവാത്മാവ് എന്നെ ദർശിപ്പിക്കുകയാ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ല. പുറമേ ചിരിക്കുന്നു, പുറമേ സംസാരിക്കുന്നു, പുറമേ ഇറങ്ങി നടക്കുന്നു, യാത്ര ചെയ്യുന്നു, പുറമേ ഒന്നിനും കുറവില്ലാത്തവരെ പോലെ ആയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് അപ്പനും മക്കളുമായി സംസാരിക്കുന്നില്ല, ഭാര്യയും ഭർത്താവുമായി സംസാരിക്കുന്നില്ല. കുടുംബത്തിൻ്റെ അകത്ത് വല്ലാത്ത വേദന തളം കെട്ടി കിടക്കുക. ഇത് ഞാൻ ആരോട് പറയും? എങ്ങനെ പറയും? എന്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ പ്രശ്നം ആരോട് പറഞ്ഞ് ഞാൻ പരിഹരിക്കും? നിസാര ചില വിഷയത്തിൻ്റെ മുമ്പിൽ, നിസാര ചില വിഷയങ്ങളുടെ മുമ്പിൽ, ചില തെറ്റിദ്ധാരണകളുടെ മുമ്പിൽ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലാതെ, കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥതയില്ലാതെ, കുടുംബജീവിതം താറുമാറായതുപോലെ, അപ്പനും മക്കളും തമ്മിലൊരു ബന്ധമില്ലാതെ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധമില്ലാതെ, വല്ലാത്ത വേദനയിൽ കണ്ണുനീര് കുടിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്നു. പക്ഷേ അത് കഴിക്കാൻ ആളില്ലാതെ വണ്ണം, ആളില്ലാഞ്ഞത്തില്ല, ആളുണ്ട് പക്ഷേ കഴിക്കാൻ മനസ്സില്ലാതെ ഭക്ഷണങ്ങളെടുത്ത് കളയുന്നു. വീട്ടിനകത്ത് സമാധാനമില്ല, അപ്പനും മക്കളും തമ്മിൽ സംസാരമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരമില്ല. ഒരു അന്യരെ പോലെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട്
വീട്ടിൻ്റെ അകത്ത് വല്ലാത്ത അനുഭവത്തിലായിരിക്കുന്ന ഒരു ഭവനത്തെ ഇന്ന് പകൽ ദൈവാത്മാവ് എന്നെ ദർശിപ്പിക്കുകയാ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ആ ഭവനമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് എന്നെ ഗ്രഹിപ്പിക്കുകയാ. ഇന്ന് പകൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ, ഇത് ഞാൻ ആരോട് പറയും? ഇത് ഞാൻ എങ്ങനെ പരിഹരിക്കും? എൻ്റെ പഴയ സമാധാനം എങ്ങനെ ഞാൻ വീണ്ടെടുക്കും? എൻ്റെ പഴയ സന്തോഷം എങ്ങനെ ഞാൻ വീണ്ടെടുക്കും എന്ന് ചിന്തിച്ച് നിറകണ്ണുകളോടെ വേദനയോടെ ആയിരിക്കുന്ന ആമേ വ്യക്തി ജീവിതത്തോട് ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ഇന്നോ പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവാത്മാവ് അയക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം എത്ര പറഞ്ഞാലും ക്രമീകരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുടെ മേൽ ഈ പകൽ ദൈവാത്മാവിന്റെ ഇടപെടൽ നടക്കാൻ പോകുകയാ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് ഒരു നരകതുല്യം പോലെ, ഒരു നരകം പോലെ വീട്ടിനകമായിരിക്കുമ്പോ ഇന്ന് പകൽ യേശുവിന്റെ സാന്നിധ്യോ, യേശുവിന്റെ സമാധാനോ ഇന്ന് പകൽ ഭവനത്തിൽ ഇറങ്ങുകയോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുഞ്ഞ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ സ്നേഹിക്കുക. കുടുംബമേ ദൈവം നിന്നെ സ്നേഹിക്കുക. യേശു നിന്നെ സ്നേഹിക്കുക. ഇന്ന് പകൽ നിന്റെ തകർച്ച ദൈവാത്മാവ് ഏറ്റെടുക്കാൻ പോകുക. യേശു തകർന്നത് നിന്റെ തകർച്ച മാറ്റാനാ. യേശു ആമേ അടിയേൽക്കപ്പെട്ടത് നിന്റെ മുറിവുകൾ കെട്ടാനാ. യേശു അപമാനിക്കപ്പെട്ടത് നിന്റെ അപമാനം മാറ്റാനാ. യേശു ക്രൂശിൽ കയറിയത് നിനക്ക് ജീവൻ തരാനാ. യേശു മരിച്ചത് നിന്നെ ജീവിപ്പിക്കാനാ. ഇന്ന് പകൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് ആ ദൈവിക ചലനോ, ആ ദൈവിക സമാധാനോ, ആ ദൈവിക സന്തോഷോ, ആ ദൈവിക ഉണർവ്, ആ ദൈവിക വിടുതൽ, ആ യേശുവിന്റെ വിടുതൽ ഇന്ന് പകൽ ഇറങ്ങുകയാ. ഇന്നു പകൽക്കാലം എന്നെ കുറിച്ചാണല്ലോ ആ ദൈവദാസൻ വിളിച്ചു പറയുന്നത്. എന്റെ കുടുംബത്തെ കുറിച്ചാണല്ലോ. ആർക്കും അറിയാത്ത ഈ ഭാരമേറിയ അനുഭവം, ആരും അറിയാത്ത ഈ വിഷയം ഇന്ന് പകൽക്കാലം ഞങ്ങളെ കുറിച്ചാണല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ നീറുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം ഭവനത്തിന്റെ മേൽ വെളിപ്പെടുകയോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ ഭവനങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. നസ്രേന യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇന്ന് പകൽ ഭവനങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? സ്വർഗം ഇന്ന് പകൽ ഈ ദേശത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സ്വർഗത്തിലെ കർത്താവ് ചില കുടുംബങ്ങളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ കർത്താവിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ദേശം ഇന്ന് പകൽ സൗഖ്യമാകുകയാ. ഈ ദേശം ഇന്ന് പകൽ അനുഗ്രഹം പ്രാപിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദേശത്ത് ദൈവം ഇടപെടുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം പലയിടങ്ങളിൽ നിന്ന് കടന്നു വന്ന തൻ്റെ ജനത്തെ സ്വർഗം ഇന്ന് പകൽ അനുഗ്രഹിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് പകൽക്കാലം അടയ്ക്കാം. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പകൽ ഇവിടെ ആയിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം പകരപ്പെടേണ്ടതിനായി, മുറിവേറ്റ ഹൃദയങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം കെട്ടേണ്ടതിനായി, തകർന്ന മനസ്സുകളെ ഇന്ന് പകൽക്കാലം ദൈവം പണിയേണ്ടതിനായി, ദേശത്തുനിന്ന് പകൽ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി, കടന്നു വന്നവരുടെ മേൽ ദൈവം പ്രവർത്തിക്കേണ്ടതിനായി, നല്ല ആലോചനകൾ ഇന്ന് പകൽ ദൈവം നമുക്ക് തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആദ്യമായി പൈതങ്ങൾ